പിണറായി വിജയൻ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാകും. സിപിഎമ്മിൽ നിന്ന് LDFിൽ നിന്ന് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി നോമിനേറ്റ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് മുൻപിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായുണ്ട്. സ്റ്റെഫിൻ, 10 വർഷം കേരളത്തെ നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാകുമ്പോൾ അതിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ പിണറായിക്ക് നേരെ തന്നെയാണ് നീളുകയും ചെയ്യുന്നത്. പിണറായി തന്നെ മതി പ്രതിപക്ഷ നേതാവായും എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണോ പാർട്ടി? പക്ഷേ ഏതായാലും അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ന് രാവിലെ മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. ഇപ്പോഴും സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിട്ടില്ല. പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവാക്കണം എന്നൊരു ആലോചനയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി കൂടുതൽ തിരിച്ചടി CPM-ന് ഉണ്ടാക്കും. രാഷ്ട്രീയപരമായി ഒരു ഒളിച്ചോട്ടം ആണ് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഉണ്ടാകുക. അത് അംഗീകരിക്കാൻ ഏതായാലും CPM നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോഴും അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിക്കൊണ്ട് പ്രതിപക്ഷ ഉപനേതാവായി ഒരു പക്ഷേ KN ബാലഗോപാലിനെ ഉയർത്തിക്കാട്ടി അത്തരം ഒരു സമീപനമായിരിക്കും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. കാരണം ഉയരുന്ന പലതരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ട്. പിണറായി വിജയനെ വ്യക്തി കേന്ദ്രീകൃതമായി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഈ തിരിച്ചടിക്കെല്ലാം കാരണമെന്നുള്ളത് വലിയ ആരോപണമായി ഉയർന്നു വരുന്നുണ്ട്. അത് CPM-ന്റെ പാളയത്തിൽ നിന്ന് തന്നെ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും സംഘടനാപരമായി വലിയ തരത്തിലൊരു തിരിച്ചടിയാകും. അല്ലെങ്കിൽ ഇപ്പോൾ ഉയരുന്ന ആക്ഷേപങ്ങൾ ഉള്ളതാണ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും. CPM ഏതായാലും അതിനിപ്പോൾ തയ്യാറാകുന്നില്ല. പിണറായി വിജയൻ തന്നെ ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവായി വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. എങ്കിൽ തന്നെയും പ്രതിപക്ഷ ഉപനേതാവ് എന്ന തരത്തിൽ KN ബാലഗോപാലിനെ മുന്നോട്ട് വയ്ക്കും. നമ്മൾ നേരത്തെ VS-ന്റെ സമയത്ത് ഇതായിരുന്നു രീതി. VS പ്രതിപക്ഷ നേതാവാവുകയും കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതാവായി പാർട്ടിയെയും സംഘടനയും നയിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിലേക്ക് അസാധാരണമായ സാഹചര്യത്തിലേക്ക് പാർട്ടി മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഔദ്യോഗികമായി CPM-ന്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിലയിരുത്തലുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ.